وحده الصلاة والسلام على من لا نبي بعده. സഹീൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല السماء الدنيا حين يبقى ثلث الليل الآخر. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയായിരിക്കുന്ന സമയത്ത്, അഥവാ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിന്റെ സമയത്ത് അല്ലാഹു തആല ഇറങ്ങി വരും. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹ്, എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണ് എന്നോട് ദുആ ചെയ്യുക? മൻ യസ്അലുനി ഫഅഉതിയഹ്, എനിക്ക് നൽകാൻ വേണ്ടി ആരാണ് എന്നോട് ചോദിക്കുക? മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്, ആരാണ് എനിക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്. ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ്. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് നുസൂൽ, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല. അള്ളാഹു തആല ഗനിയാണ്, നമ്മളെ കൊണ്ട് ഒരു ആവശ്യവും അള്ളാഹുവിനില്ല. നമ്മളാണെങ്കിലോ ഫക്കീറന്മാരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. സാധാരണഗതിയിൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ് നൽകുന്ന, ഔദാര്യം ചൊരിയുന്ന ആളുകളോട് അവരെ കാര്യങ്ങൾ പോയി പറയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്നും, നമ്മുടെ ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും എല്ലാം നൽകുന്നവൻ അള്ളാഹു ആയിട്ടും അള്ളാഹു ഇങ്ങോട്ട് അടിമകളോട് ചോദിക്കുകയാണ്, എനിക്ക് ഉത്തരം ചെയ്യണം, നിങ്ങൾ ആരാണ് ദുആ ചെയ്യാനുള്ളത്? എനിക്ക് നൽകണം, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? എനിക്ക് പാപങ്ങൾ പുറത്തു തരണം, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്? അപ്പോൾ ആ ഒരു സമയം നമ്മൾ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് മുനാജാത്ത് ചെയ്യേണ്ട, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ തേടേണ്ട വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, റമദാനിന്റെ അവസാനത്തെ പത്തിൽ, ഈ സമയത്ത് സാധാരണ ദിവസങ്ങളിൽ ഉണർന്നിരിക്കാത്ത ആളുകൾ പോലും, നമ്മളിൽ പലരും, നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് ഉണർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന്റെ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചോദ്യങ്ങൾ, അതിനുത്തരം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.